നമ്മളിപ്പോഴുള്ളത് ബാണാസുര സാഗർ ഡാമിലാണ്. എനിക്കൊപ്പം ഇത്രയും പേരായോ, ഞാൻ തുടങ്ങിയപ്പോൾ ആകെ 4 പേരുമായിട്ടായിരുന്നു നടന്നു തുടങ്ങിയത്. അപ്പോൾ കുറച്ചധികം ആളുകൾ എൻ്റെ പിന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം വളരെ പെട്ടെന്ന്. അതിനുശേഷം ഒരു തട്ടിപ്പ് വാർത്തയുണ്ട്, ആ വാർത്തയും കൂടി ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഒന്ന് പേര് പറഞ്ഞാൽ ഇത് രജിത്ത് നമ്മുടെ ഹൈഡൽ ടൂറിസത്തിൻ്റെ അസിസ്റ്റന്റ് മാനേജറാണ്. കഴിഞ്ഞ 20 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുക അല്ലേ? അതെ. അതിലൊരു വിഷമം മുഖത്തുണ്ട്. തീർച്ചയായിട്ടും. ഒരു 12,000 ആളുകൾ വരെ ഒരു ദിവസം ഇവിടെ വന്ന് റെക്കോർഡ് ഇട്ടു കിട്ടും. അതെ 12,000 അല്ല, 13,800 വന്നിട്ടുണ്ട്. 13,800 വരെ നമുക്കിവിടെ മാക്സിമം ആൾ വന്നിട്ടുണ്ട്. അത്ര സജീവമായിരുന്നൊരു മേഖലയായിരുന്നു. ഇപ്പോൾ ഒരു അലേർട്ടും ഇവിടെ ഇല്ലല്ലോ. നിലവിൽ അലേർട്ട് ഒന്നുമില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മഴയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അലേർട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അലേർട്ട് ഇല്ലെങ്കിൽ ഇത് തുറന്നു കൊടുക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ടോ? നിലവിൽ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ടറുടെ ഉത്തരവ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വയനാട്ടിലുണ്ടായിട്ടുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ. നമുക്ക് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം നമുക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ കൂടി ഒന്ന് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. കാര്യം ഇത് വൈദ്യുതി വകുപ്പിന് കീഴിലാണ് ഈ ഡാം. അതെ അല്ലേ? ഈ ഡാം തുറക്കണമെങ്കിൽ ടൂറിസം വകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചാൽ പോരാ. അപ്പോൾ ഹൈഡൽ ടൂറിസം ആയതുകൊണ്ട് KCB ആണ് അത് വിചാരിക്കേണ്ടത്. ഇത് വിചാരിക്കാത്തത് കൊണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പടിഞ്ഞാറത്തറയിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടലുകളുണ്ട്, എല്ലാം അടഞ്ഞു കിടക്കുക. എൻ്റെ പേര് അബ്ദുറഹിമാൻ, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്. ഇവിടെ തൊട്ടടുത്ത് ഈ ഹൈഡൽ ടൂറിസത്തിൻ്റെ ഹോട്ടൽ നടത്തുന്ന ആളാണ്. അതിലുപരി ഞങ്ങളെ കാര്യങ്ങളൊന്ന് സർക്കാരിലെത്തിക്കാനും ഈ പ്രദേശ ജനങ്ങളെ ഒന്ന് ഇത്രയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനും അരുണിനെ പോലുള്ള പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലേക്ക് ഞങ്ങൾ കാണിച്ച ആ ഒരു സന്തോഷം. കാരണം ഞങ്ങളിവിടെ വന്ന് സംസാരിച്ചപ്പോഴേ നമ്മൾ ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് ഇന്നലെ തീരുമാനിക്കേണ്ട ഒരു കാരണമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ നമ്മുടെ 900 കണ്ടിയിൽ പോകുന്ന സമയത്ത് അവിടെ ഈ നെല്ലിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, ഈ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവർക്കൊരു 1000, 1200, 1500 രൂപ വരെ ഒരു ദിവസം ഈ നെല്ലിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് ആൾക്കാർ പോകുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടുമായിരുന്നു എന്നാണ്. അവർക്കിപ്പോൾ അത് കിട്ടുന്നില്ല അല്ലേ? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, സാധാരണ കച്ചവടക്കാർ അല്ലേ? അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. പേരെന്താ? രൂപേഷ്. നമ്മുടെ പേര് അബ്ദുൾ റഹ്മാൻ. നമ്മുടെ പേര് മുഹമ്മദ് പി. ആണോ? ഇവിടുത്തെ എന്താ മടഞ്ഞു കിടക്കുമ്പോൾ കുറെ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഈ ഏകദേശം 20 ദിവസത്തോളം വയനാട്ടിൽ ഈ ഒരു പ്രതിസന്ധി വന്നിട്ട്, അപ്പോൾ വ്യാപാര മേഖല ഒരു തിരിച്ചു വരാനുള്ള ഒരു പ്രവണത എന്താ പറയുക, ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് കരകയറാൻ. ഒരു പ്രശ്നമുള്ളത് ഈ വയൽനാട് എന്നാണ് പേര്. നമുക്ക് നടക്കാം അല്ലെ? എല്ലാവരും തുറക്കല്ലേ രാവിലെ? മുഖത്തൊക്കെ ഒരു വിഷമമുള്ളത് കാരണം പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ഇത് തുറക്കാത്തത് കൊണ്ട് ഈ ഇവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. വലിയൊരു ദുരന്തമുണ്ടായി, ശരിയാണ്. ആ ദുരന്തത്തിൻ്റെ ഒരു ആഘാതത്തിലാണ് നമ്മൾ. റെഡ് അലേർട്ട് വരുമ്പോൾ ഈ ഡാം സ്വാഭാവികമായി അടയ്ക്കും. കാരണം എനിക്കൊന്ന് രജിത്തിന് പറയാൻ പറ്റുമായിരിക്കും, റെഡ് അലേർട്ട് വരുമ്പം ഈ ഡാം പൊതുവെ അടയ്ക്കാറുണ്ടോ? അങ്ങനെയാണോ? റെഡ് അലേർട്ട് വരുന്ന സമയത്ത് നമുക്ക് അടയ്ക്കുന്ന ഒരു പ്രവണതയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം റെഡ് അലേർട്ട് ഒരു പ്രശ്നമല്ല. ഡാം തുറന്നു വിടുന്നതും ഇവിടെ വരുന്ന ഇതും സേഫ് സോൺ തന്നെയാണ്. നമ്മൾ ഹൈഡൽ ടൂറിസത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റെസ്പോൺസിബിൾ ടൂറിസം, ക്വാളിറ്റി ടൂറിസം, അതുപോലെ തന്നെ സേഫ് ടൂറിസം. ഇതിന് 3 കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് KCB ഈ ഹൈഡൽ ടൂറിസം എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ റെഡ് അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി കുറവോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ മുൻകരുതൽ എന്ന നിലയിലാവാം ഒരുപക്ഷെ സർക്കാർ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സാഹചര്യമെല്ലാം മാറി, അന്തരീക്ഷം തെളിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഈ സ്ഥലത്തില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ഈ ഡാം തുറന്നു കൊടുക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നത്. കാര്യം ഈ പ്രദേശത്തെ ചുറ്റുപറ്റി കുറേ മനുഷ്യരുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരുപാട് ആൾക്കാർ. ഈ കാര്യം ഒരു ദിവസം 13,000-ഓളം ആളുകൾ എത്തുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് എന്ന് പറയുമ്പോൾ അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമല്ല ഈ ദുരന്തത്തിന് ശേഷം ബുക്കിങ്ങുകളൊക്കെ പൊതുവേ കുറഞ്ഞു അല്ലേ? ഹോട്ടലുകളിലും എല്ലാ റൂമിലും വന്ന ബുക്കിങ്ങുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ക്യാൻസൽ ആയി കഴിഞ്ഞു. ക്യാൻസലേഷനാണ് ടോപ്പായിട്ട് ഇപ്പം വന്നത്. ഒരുപാട് ഇപ്പം ക്യാൻസൽ ചെയ്ത് 30 റൂമുകൾ ഓരോരുത്തർ ക്യാൻസൽ ചെയ്തവരൊക്കെ ഉണ്ട്. ഒരുപാട് നമ്മുടെ അടുത്തുള്ള ടൂറിസ്റ്റും ഈ ചായക്കട പോലും ബുദ്ധിമുട്ടിലായി വളരെയധികം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചായക്കട വന്നിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസമായി ഇവിടെ ഉള്ള ചായകൾ തുറന്നിട്ട്. അവർ ആ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും? കാര്യം കൃഷി ചെയ്യാനാണെങ്കിൽ അത് നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ കുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വേറെ എന്താ, നാളെ തുറക്കും മറ്റന്നാൾ തുറക്കും എന്നുള്ള ഒറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഇത് തുറന്നില്ലെങ്കിലുള്ള ഒരു കുഴപ്പം ഞാൻ പറഞ്ഞതുപോലെ വയൽനാട് എന്ന് പേരേ ഉള്ളൂ കേട്ടോ. ഇവിടെ വലിയ കൃഷി ചെയ്യുന്ന മനുഷ്യരൊക്കെ ഇപ്പം തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നവർ, ഏലം, തേയില ഇത് തുടങ്ങിയ കാപ്പിയൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിനും അപ്പുറം അതൊക്കെ വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ്. അവരിൽ പലരും അവരുടെ
ജനങ്ങളുടെ ജീവിതത്തിലെ ഒരു വരുമാന മാർഗമായി ടൂറിസത്തെ കണ്ടു തുടങ്ങിയിരുന്നു. റെസ്പോൺസിബിളായ ടൂറിസമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന നിലപാടിലാണ് റിപ്പോർട്ടർ ടിവിയും ഉള്ളത്.